ഉയർത്തെഴുന്നേറ്റു, ഹല്ലേലൂയ, ജയിച്ചെഴുന്നേറ്റു. ഉർവിയെ ജയിച്ച ക്രിസ്തുനാഥനിൽ സ്വന്തമായി തീർന്നു. ഉർവിയെ ജയിച്ച ക്രിസ്തുനാഥനിൽ സ്വന്തമായി തീർന്നു. മരണമേ വിഷമെവിടെ, പാതാളമേ ജയമെവിടെ. മരണത്തെ ജയിച്ചവൻ ഉയർത്തെഴുന്നേറ്റു, പാതാള വൈരിയെ ജയിച്ചവനാ. മരണത്തെ ജയിച്ചവൻ ഉയർത്തെഴുന്നേറ്റു, പാതാള വൈരിയെ ജയിച്ചവനാ. ഉയർത്തെഴുന്നേറ്റു, ഹല്ലേലൂയ, ജയിച്ചെഴുന്നേറ്റു. ഉർവിയെ ജയിച്ച ക്രിസ്തുനാഥനിൽ സ്വന്തമായി തീർന്നു. ഉർവിയെ ജയിച്ച ക്രിസ്തുനാഥനിൽ സ്വന്തമായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ലോകം മുഴുവൻ ആഘോഷിക്കപ്പെടുന്ന ദിവസമാണ് ഈസ്റ്റർ. ലോകരക്ഷകനായ യേശു ക്രിസ്തു മനുഷ്യജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി സ്വർഗമഹിമകളെ വിട്ട് ഈ താണഭൂമിയിൽ കന്യകയിൽ ജാതനായി 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. യഹൂദന്മാരുടെ ആചാരരീതികൾ വ്യത്യസ്തമായി യേശു പരസ്യശുശ്രൂഷകളിൽ പ്രത്യേകിച്ച് ശബ്ബത്ത് നാളുകളിൽ രോഗികളെ സൗഖ്യമാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുരുടർക്കും പക്ഷപാതക്കാർക്കും വിടുതൽ നൽകുകയും ഒക്കെ ചെയ്തത് മൂലം യേശു ദൈവത്തിൽ നിന്ന് ആവർത്തിച്ച് പറഞ്ഞത് മൂലവും യഹൂദൻ്റെ കണ്ണിലെ കരടായി യേശു മാറ്റപ്പെട്ടു. ഗലീലയിൽ നിന്ന് ശിഷ്യന്മാരെ കണ്ടെത്തി വലിയ ജനക്കൂട്ടം യേശുവിൻ്റെ ഒപ്പം ചേർന്നത് കണ്ട് പരീശന്മാരുടെയും മഹാപുരോഹിതന്മാർക്കും ഹാലിളകി. പലപ്പോഴും യേശുവിനെ അവർ കൊല്ലുവാൻ ശ്രമിച്ചപ്പോഴും യേശുവിൻ്റെ ദൗത്യം പൂർത്തിയായില്ല എന്ന കാരണത്താൽ അവർക്ക് യേശുവിന്മേൽ ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല. എന്നാൽ യേശുവിൻ്റെ നാഴിക വന്നപ്പോൾ ശിഷ്യനായ ഇസ്കറിയോത്താവ് യൂദാ മൂലം പരീശന്മാരുടെയും മതനേതാക്കളുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. അവർക്ക് യേശുവിനെ വിസ്തരിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുഴഞ്ഞപ്പോൾ റോമൻ ഭരണാധികാരിയായിരുന്ന പീലാത്തോസിൻ്റെ സഹായം തേടി. കള്ളക്കഥകളൊക്കെ നിരത്തി യേശുവിന് ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ ശ്രമിച്ച സമയത്താണ് പീലാത്തോസിൻ്റെ ഭാര്യയുടെ സ്വപ്നം അറിയിച്ചതും അതുമൂലം യേശുവിനെ കുറ്റവിമുക്തനാക്കുവാൻ ഭരണാധികാരി ശ്രമിച്ചിട്ടും യേശുവിന് ഹോശന്നാ പാടിയവർ തന്നെ യേശുവിനെ ക്രൂശിക്കുക എന്ന് നിലവിളി കൂട്ടി. കുലപാതകനായ ബർവാസിനെ വിട്ടുതരിക എന്ന മഹാപുരോഹിതന്മാരുടെ രഹസ്യധാരണ മൂലം ജനങ്ങൾ ഏറ്റവും ഉച്ചത്തിൽ വിളിച്ചു കൂവി. യഹൂദന്മാരുടെ പ്രീതി നേടിയെടുക്കുവാൻ വേണ്ടി പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാൻ അനുവാദം നൽകി. തുടർന്നുള്ള യേശുവിൻ്റെ കഷ്ടതകളുടെ നിമിഷങ്ങളായിരുന്നു. മരക്കുരിശും മുൾക്കിരീടവും ധരിച്ച് ഗോൽഗോഥയിലേക്കുള്ള യാത്രാമധ്യേ യേശുവിന് ക്രൂശിൻ്റെ ഭാരനിമിത്തം പലയിടങ്ങളിൽ വീണു. റോമൻ പടയാളികളുടെ ക്രൂരവിനോദത്തിന് യേശു ബലിയാടായി. അങ്ങനെ യേശുവിനെ 2 കള്ളന്മാരുടെ മധ്യേ ക്രൂശിച്ചു. ക്രൂശിൽ കിടന്ന് 7 മൊഴികൾ ചൊല്ലി അവസാനം പ്രാണനെ പിതാവിങ്കിൽ ഏൽപ്പിച്ച് പ്രാണനെ വിട്ടു. അരിമത്യ യോസഫ് എന്ന വ്യക്തി യേശുവിൻ്റെ ശരീരം കൊണ്ടുപോയി സംസ്കരിച്ചു. 3-ാം നാൾ യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു പിതാവിൻ്റെ സന്നിധിയിലേക്ക് കയറിപ്പോയി. റോമൻ ഗവൺമെൻറ്റിന് മുദ്രയെ പൊട്ടിച്ച് പുനരുത്ഥാനത്തിൻ്റെ ശക്തി മൂലം കല്ല് സ്വയം ഉരുണ്ടുമാറി. ഈ സന്ദേശമാണ് ലോകം മുഴുവൻ ഈസ്റ്ററായി ആഘോഷിക്കപ്പെടുന്നത്. ഈസ്റ്ററിൻ്റെ 3 പ്രത്യേക വിഷയങ്ങൾ ഓർപ്പിച്ചിട്ട് ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കാം. ഈസ്റ്റർ എഗ്ഗ്, ഈസ്റ്റർ ബണി, ഈസ്റ്റർ ലില്ലി. ഈസ്റ്ററിനെ ഓർപ്പിക്കുന്ന ഈ 3 വിഷയങ്ങൾ അടയാളങ്ങളായി ലോകം കാണുന്നു. മുട്ട ജീവനെ പ്രതിനിധാനം ചെയ്യുന്നു. യേശുവിൻ്റെ ഉയർപ്പ് മരണത്തെ ജയിച്ച് ജീവൻ പ്രാപിച്ച യേശുവിനെ കാണിക്കുന്നു. പ്രത്യേക നിറങ്ങൾ അടിച്ച് ഈസ്റ്റർ എഗ്ഗ് അന്നേ ദിവസം പ്രദർശിപ്പിക്കാറുണ്ട്. അടുത്തതായി ഈസ്റ്റർ ബണി. ഇത് വംശവർദ്ധനെ പ്രതിനിധാനം ചെയ്യുന്നു. ഉയർത്തെഴുന്നേറ്റ് യേശു ജീവൻ പ്രാപിച്ചതുപോലെ ക്രിസ്തുവിൽ കൂടി അനേകർ ജീവൻ പ്രാപിക്കുന്നതിന് പ്രതീകമായി ഇതിനെ കാണുന്നു. ലോകത്തിൽ ക്രിസ്ത്യാനിത്വമാണല്ലോ മുന്നിൽ നിൽക്കുന്നത്. അടുത്തതായിട്ട് ഈസ്റ്റർ ലില്ലി. ഇത് ഈ ദിവസത്തിൻ്റെ പരിശുദ്ധിയെ കാണിക്കുന്നു. ലോകം മുഴുവൻ ഈസ്റ്റർ ആഘോഷം നടത്തുമ്പോൾ അതിന് പിന്നിലുണ്ടായ സംഭവങ്ങളെ ഓർക്കുമ്പോൾ മനുഷ്യവർഗത്തിന് വേണ്ടി യാതനകൾ അനുഭവിച്ച് യേശുവിനെ ധ്യാനിക്കുന്ന ദിവസങ്ങൾ ആയി മാറുന്നതിനോടൊപ്പം നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം ആവശ്യമായിരിക്കുന്നു. ഈസ്റ്റർ ദിനത്തിൽ വിശുദ്ധിയെ മാനിക്കാതെ അനേകർ ഉല്ലാസങ്ങൾക്കും മദ്യപാനത്തിനും അടിമകളായി ആകുന്നത് ക്രിസ്തു മൂലം വീണ്ടും ക്രൂശിക്കുന്നവരായി മാറുകയാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത്? ക്രൂശിൽ കിടന്ന കള്ളൻ യേശുവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവന് പറുദീസയുടെ അവകാശിയായി
തീരുവാൻ യേശു അവനെ മാറ്റിയെടുത്തു. നിങ്ങൾ യേശുവിനെ വിളിച്ചപേക്ഷിക്കുക, അപ്പോൾ യേശുവിനൊപ്പം ആയിത്തീരുവാൻ സംഗതിയാകും. ദൈവമായ കർത്താവ് ഈ ചിന്താലയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.